ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വോക്സ്. ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വരുന്നത്. ഒരു വർഷം മുന്നേ റംസാൻ ടൈമിൽ നടത്തിയ ഒരു മേക്ക് ഓവർ ഷൂട്ടിന്റെ വീഡിയോസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. കൊല്ലം അഷ്ടമുടിയിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് മേക്ക് ഓവർ നടന്നത്. സായ ബ്യൂട്ടി ലോഞ്ച് എന്ന് പറയുന്ന ഒരു ടീമായിരുന്നു നമുക്ക് കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ പ്രൊവൈഡ് ചെയ്തത്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾ 3 ഗേൾസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന ഉടനെ കോസ്റ്റ്യൂംസ് ഒക്കെ ഡിസൈഡ് ചെയ്തു. എന്നിട്ട് അവർ ഹെയർ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ഒക്കെ ചെയ്തിട്ടതിന് ശേഷം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പ് ഒക്കെ അടിപൊളി മേക്കപ്പ് ആയിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അടിപൊളി മേക്കപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ ഫുഡ് ആണെങ്കിലും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്തതൊക്കെ സൂപ്പറായിരുന്നു. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. എന്തോ ഒരു ഗ്ലാസി സ്കിൻ മേക്കപ്പോ അങ്ങനെ എന്തോ ഒരു മേക്കപ്പാണ് അവർ ചെയ്യുന്നതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ അതറിയില്ല, ഒരുപാട് നാളായതുകൊണ്ട് തന്നെ മറന്നുപോയി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പം പുട്ടിയടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പുട്ടിയടി തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഫുള്ള്. കാരണം എൻ്റെ ഈ മോന്തായം നല്ലതുപോലെ നേരെയാക്കി എടുക്കണമല്ലോ. പിന്നെ ആ ടൈമിൽ എനിക്ക് സ്കിന്നിൽ ചെറിയ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്കിന്നൊക്കെ കുറച്ച് നല്ല ഡാമേജ്ഡ് ആയിരുന്നു, ബ്രേക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് അവർ നല്ലതുപോലെ ടൈം എടുത്താണ് എനിക്ക് മേക്കപ്പ് ചെയ്തതൊക്കെ. ചേച്ചി നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തു. ഞാനും ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു ആ ഒരു ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു മുസ്ലിം ബ്രൈഡൽ എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ഒരു ഡ്രീം, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. കാരണം ഹിന്ദു ബ്രൈഡൽസ് ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു 2 ക്രിസ്ത്യൻ ബ്രൈഡും ചെയ്തായിരുന്നു. പക്ഷേ അതിൻ്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മുസ്ലിം ബ്രൈഡ് ഞാൻ ഒരെണ്ണം പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു മുസ്ലിം ബ്രൈഡൽ ചെയ്യണമെന്ന്. എന്തോ ദൈവഭാഗ്യം പോലെ തന്നെ എനിക്ക് അതിനുള്ളൊരു ചാൻസ് കിട്ടുകയും ചെയ്തു. അപ്പം മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് ഹെയറിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഫസ്റ്റ് നെറ്റിപ്പട്ടമൊക്കെ ചാർത്തി. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഇങ്ങനെ നോക്കുമായിരുന്നു എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ മാറി തിരിഞ്ഞുമൊക്കെ ഇട്ട് നോക്കിയിട്ട് ഒരു മെന വരാത്തതുകൊണ്ട് അവസാനം പിന്നെ സെൻട്രൽ പാർട്ടീഷൻ തന്നെ എടുത്തിട്ട് ഇങ്ങനെ പിരിച്ചൊക്കെ വെച്ച് ഒരു വിധം എന്നെ മെനയാക്കി എടുത്തു പുള്ളിക്കാരി. ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. കാരണം എപ്പോഴും എൻ്റെ ഹെയർ ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്, ടാസ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ തന്നെ കണ്ട് ഞെട്ടിപ്പോയി. ഇത്രയ്ക്കും ഭംഗിയും കോലും ഒക്കെ എൻ്റെ കാരണവന്മാർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. എന്നാലും ഒരു മേക്കപ്പിന് വരുന്ന ഒരു പവറേ, ഇത്രയ്ക്കും ഒരു ചേഞ്ച് ഒരാളിൽ വരുത്താൻ പറ്റുമല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. പിന്നെ സ്വന്തമായിട്ടുള്ള കുറച്ച് ഗുൽഫി സെക്ഷനും സെൽഫി സെക്ഷനും കുറേ സെൽഫി വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷൂട്ടിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതായത് നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഔട്ടുകളൊന്നും നമുക്ക് കിട്ടിയില്ല. അതൊന്നും മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമമായ ഒരു കാര്യം. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ റീൽസൊക്കെ ചെയ്തു. പിന്നെ കുറേ ട്രാൻസിഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്നും വീഡിയോസൊക്കെ എങ്ങനെയുണ്ടെന്നും ഒക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ഇവിടെ തൊട്ടടുത്തായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് കേട്ട് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കൂടെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം. പിന്നെ ചേച്ചിയുടെ വക സ്ലോമോ വോക്കൊക്കെ ഉണ്ടായിരുന്നു. ആറ്റിറ്റ്യൂഡ് നമ്മൾ കുറയ്ക്കാൻ പാടില്ലല്ലോ. പിന്നെ 1-2 റോ ഫോട്ടോസൊക്കെ കിട്ടിയത് ഞാൻ ഇതിൽ ആഡ് ചെയ്യണുണ്ട്. ഞങ്ങളുടെ ഗാനമേലേക്ക് നിങ്ങൾ ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഫോട്ടോസ് കൊള്ളാം എന്നുള്ളതെന്ന് പറയണം. പിന്നെ സെൽഫിയും ഗുൽഫിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, കാരണം റോ ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഔട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒന്നുപോലും ഒരു നല്ല ഫോട്ടോ പോലും എൻ്റെ റോ ഫോട്ടോ പോലും അയച്ചു തന്നില്ല. എഡിറ്റഡ് ഫോട്ടോ റോ പോലും കിട്ടാത്തതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ. എന്നിരുന്നാലും ഈ ഒരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതിൽ എനിക്ക് നല്ലൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു എങ്കിലും ആ ഒരു സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട്. ഓക്കെ, സോ ബൈ, ടേക്ക് കെയർ. അടുത്ത വെറുപ്പിക്കലുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. കാരണം ഫോണിൽ സ്റ്റോറേജ് ഇല്ല ഗൈസ്, കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അടുത്ത വെറുപ്പിക്കൽസുമായിട്ട് വരുന്നത് വരേക്കും. ടേക്ക് കെയർ, ലവ് യു, ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
ഉം.